എറണാകുളം കാക്കനാട് സെസ്സിൽ തീപിടുത്തമുണ്ടായി 5 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി എന്നതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും? വലിയ വ്യാപ്തിയുള്ള വലിയ അപകടകരമായ തീപിടുത്തമാണോ? എറണാകുളം കാക്കനാട്ടെ സെസ്സിൽ, അതായത് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന റെക്സിൻ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. വൈകിട്ട് 6 മണിയോടെയാണ് തീ കണ്ടു തുടങ്ങിയത്. കമ്പനി കുറച്ചുകാലമായി പൂട്ടിക്കിടക്കുകയാണ് എന്നറിയുന്നു. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കുറവാണ് എന്നാണ് ഫയർഫോഴ്സ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നായി 5 യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ തീ അണയ്ക്കാൻ സാധിക്കുമെന്നാണ് ഫയർഫോഴ്സ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിരവധി കമ്പനികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതേസമയം ഈ റെക്സിൻ കമ്പനി ദീർഘനാളായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനുള്ളിൽ റെക്സിൻ പ്ലാസ്റ്റിക് അത്തരം വസ്തുക്കൾ ഉണ്ടോ എന്നത് വ്യക്തമായിട്ടില്ല. കാരണം അത്തരം വസ്തുക്കൾ ഉണ്ടെങ്കിൽ തീ കൂടുതൽ പടരാൻ സാധ്യതയുണ്ട്. എന്നാൽ വൈകാതെ നിയന്ത്രണ വിധേയമാക്കാനാകും. അപകടകരമായ ഒരു സാഹചര്യമില്ല എന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പ്രദീപ് ജോസഫാണ് ലഭ്യമായ വിവരങ്ങൾ പങ്കുവച്ചത്. വലിയ അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. 5 യൂണിറ്റ് ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്.